വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ ഒട്ടും തന്നെ ആഴത്തിൽ ഇറങ്ങുന്നതാണ്. പ്രണയബന്ധങ്ങളാണെങ്കിൽ പോലും ഇന്ന് ഒട്ടും തന്നെ സ്ട്രോങ് അല്ല. പണ്ടത്തെ കാലത്തെ പോലെ ആണെന്ന് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, അറ്റാച്ച്മെന്റ് ഇല്ല. അതെന്തുകൊണ്ടായിരിക്കും ഇന്നത്തെ ജനറേഷനിൽ അങ്ങനെ ഒരു ട്രാൻസിഷൻ? അത് നമ്മൾ എവിടെയാണ് ജനിച്ചത്, എങ്ങനെയാണ് വളർത്തപ്പെടുന്നത് എന്നുള്ളത് ആദ്യം തന്നെ അതൊരു പോയിന്റ് തന്നെയാണ്. കാരണം നമ്മളെ ഒരു കുട്ടി 5 വയസ്സ് വരെ അല്ലെങ്കിൽ 7 വയസ്സ് വരെ എന്തായാലും പുറം ലോകത്തെ കണ്ടല്ല പഠിക്കുക. ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുക പാരൻസിനെ തന്നെയാണ്. അപ്പോൾ ആ പാരൻസിൽ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളും അവർ കൊടുക്കുന്ന ട്രോമകളും അവർ രൂപപ്പെടുത്തുന്ന സ്വഭാവം എല്ലാം തന്നെയാണ് അവരുടെ ബേസ് ചെയ്ത് കുട്ടിയുടെയും. അത് സൈക്കോളജിയല്ല, അതൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് അറിയാം. കാരണം അവർ സ്കൂളിൽ എത്തിക്കഴിയുമ്പോഴാണ് പിന്നെ ടീച്ചേഴ്സും കൂട്ടുകാരും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴും നമ്മൾ തിരിച്ച് 12 മണിക്കൂറോളം ഓൾമോസ്റ്റ് 12 മണിക്കൂറോളം പാരൻസിൻ്റെ ഒപ്പം തന്നെയല്ലേ. അപ്പോൾ ആ പാരൻസ് നോക്കണം. അതായത് പാരൻസ് അവരുടെ ഭാഗത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവർ ടോക്സിക് ആണോ, അവർ തമ്മിൽ ചേർച്ചയില്ലേ, അവർ തമ്മിൽ എന്തെങ്കിലും അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് വെച്ച് ഡീൽ ചെയ്യുന്നുണ്ടോ കുട്ടികളെ. ഇപ്പം ചില പഴയ കാലത്തൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ, ഈ ആൺകുട്ടികളെ ബെൽറ്റൊക്കെ ഉപയോഗിച്ച് അടിക്കുന്ന പാരൻസ്. റൂമിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ അവനെ അങ്ങോട്ട് ബെൽറ്റ് ഇട്ട് അടിച്ചു, അങ്ങനെയാണ് ഞാൻ വളർത്തിയതെന്നൊക്കെ. അത് വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ആ മനുഷ്യൻ പറയണത്. എനിക്ക് ആ മനുഷ്യനോട് സഹതാപമാണ് തോന്നിയത്. കാരണം അയാളൊരു ടോക്സിക് പേഴ്സണാലിറ്റിയാണ്, അയാളൊരു ചൈൽഡ്ഹുഡ് ട്രോമയുള്ളൊരു മനുഷ്യനാണ്.